ചെറു ചൂടോടെ ഒരു ഗ്ലാസ് മസാല ചായ കുടിക്കുക. എന്തിനാണെന്നല്ലേ, ഞാനിതിപ്പോൾ ഒരാഴ്ചയായിട്ട് പതിവാക്കിയൊരു കാര്യമാണ്. അതുകൊണ്ടുണ്ടായ മാറ്റം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. വണ്ണം കുറയും, വയറ് കുറയും, വയറിൻ്റെ അസ്വസ്ഥതകൾ അല്ലെ വയറ് ഇങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ എല്ലാം പോയി വയറ് കുറയും. വയറ് കൊണ്ടുള്ള ഒരു ഭാരം നമുക്ക് ഒരാഴ്ചയായിട്ട് എനിക്കില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ വയറ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, വണ്ണം കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ചായ ശീലമാക്കിക്കും. 2 നേരവും ഓരോന്ന്, രാവിലെയും വൈകുന്നേരവും ഓരോ ഗ്ലാസ് മസാല ചായ ചെറു ചൂടോടെ കുടിക്കുക. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ദോഷമില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം നമ്മൾ ഡെയിലി അടുക്കളയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പുതിയ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. അതിൻ്റെ സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പുതിയ ഒരു കാര്യമില്ല, ഔഷധമില്ല, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആരാണ് ട്രൈ ചെയ്യേണ്ടത്? വണ്ണം കുറയണം, പിന്നെ വയറ് കുറയണം എന്നുള്ളത്. ഇനി ആർക്കെങ്കിലും വണ്ണം വയ്ക്കണം, അല്ലെങ്കിൽ വണ്ണം വയ്ക്കണം, അല്ലെങ്കിൽ ഇച്ചിരി ശരീരം ഒന്ന് നന്നാകണം എന്നുള്ളവർക്ക് ഈ ചായ കൊള്ളാം. പക്ഷേ അതിനകത്ത് 1-2 മാറ്റങ്ങൾ വരുത്തണം. ഞാനിപ്പം മധുരം ഇല്ലാതെയാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇത് തേൻ ചേർത്ത് കുടിക്കാം, ശർക്കര ചേർത്ത് കുടിക്കാം. ഇതിനകത്ത് അല്പം ജാതിപത്രിയും കൂടെ ചേർത്ത് നിങ്ങൾ തിളപ്പിക്കണം. ജാതിപത്രി കൂടെ തിളപ്പിക്കുമ്പം ജാതിപത്രി കൂടെ ചേർക്കണം, കുടിക്കുമ്പം മധുരം ചേർക്കണം. അങ്ങനെയുള്ളവർക്ക് ശരീരപുഷ്ടിക്കും ദഹനത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.